نور على نور. القاعدة الرابعة أن مشركي زماننا أغلظ شركا من الأولين، لأن الأولين يشركون في الرخاء ويخلصون في الشدة، ومشركو زماننا شركهم دائما في الرخاء والشدة. والدليل قوله تعالى: فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون. ലാസ്റ്റ് കായിദ അൽ കായിദത്തു അറാബിഅ, നാലാമത്തെ കായിദ, അന്ന മുശ്രിക്കി സമാനിന, നമ്മുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ അഗ്ലദു ശിർക്കൻ മിനൽ അവ്വലീൻ, പൂർവികരായ മുശ്രിക്കുകളെക്കാൾ ഗൗരവം കൂടുതലുള്ള ഷിർക്കിന്റെ അഹിലുകാരാണ്. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് പോലുള്ളവരെക്കാൾ കടുത്ത ഷിർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ. എന്താ കാരണം? കാരണം അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് പോലുള്ള മക്കയിലെ അന്നുണ്ടായിരുന്ന മുശ്രിക്കുകൾ നല്ല അവസ്ഥയിൽ മാത്രമേ ഷിർക്ക് ചെയ്തിട്ടുള്ളൂ. പ്രയാസമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവർ അള്ളാനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. വമുശ്രിക്കു സമാനിന, എന്നാൽ നമ്മുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളോ ഷിർക്കുഹും ദായിമൻ ഫിർറഹായി വശിദ്ദ, അവർ ഷിർക്ക് എപ്പോഴും നല്ല അവസ്ഥയിലും പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയിലും എല്ലാം അവർ വിളിക്കുന്ന ആരെയാണ്? വൈദ്യശേഖരെ കാക്കണേ, അമൃതങ്ങളെ കാക്കണേ. എപ്പോഴും ഏത് ഘട്ടത്തിലും അള്ളാഹുവിന്റെ വിളിയില്ല. പിന്നെ ആരെ വിളിക്കുന്നത്? ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാന്മാരെയാണ്. എന്താണ് തെളിവ്? ഈ പറഞ്ഞതിന് അള്ളാഹുവിന്റെ വാക്കാണ്. മക്കത്തെ മുശ്രിക്കിനെ കുറിച്ച് അള്ളാഹ് പറയാണ്, മക്കത്തെ മുശ്രിക് കപ്പലിൽ കയറിയാൽ അവർ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുമായിരുന്നു. കപ്പലിൽ കയറി കപ്പല് കാറ്റിൽപ്പെട്ട് ആടി ഉയരുമ്പോൾ, കപ്പൽ മറിയുമെന്ന് പേടിയുണ്ടാകുമ്പോൾ അവർ ചെയ്യും, അള്ളാഹ് നീ രക്ഷിക്കണേ എന്ന് പറയും. അങ്ങനെ അള്ളാഹു കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചാൽ അവർ ശിർക്ക് ചെയ്യുകയും ചെയ്യും എന്ന്. അപ്പോൾ ശിദ്ദത്തിന്റെ ഘട്ടത്തിൽ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോൾ മക്കത്തെ മുശ്രിക്കാരുടെ ദുആ ചെയ്തത് അള്ളാഹുവിനോട് മാത്രമായിരുന്നു. ഇക്രീമ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന കാരണം അതന്നെയല്ലേ. നാട് വിട്ടുപോയി കപ്പലിൽ കയറി കുറെ അങ്ങെത്തിയപ്പോൾ കപ്പല് കാറ്റത്ത് ആടാൻ തുടങ്ങി. കപ്പൽ മറിയുമെന്നായപ്പോൾ കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു, അള്ളാഹിനെ മാത്രം കുറിച്ച് ദുആ ചെയ്തു. അപ്പോൾ ഇക്രീമ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ തന്നെയല്ലേ മുഹമ്മദും പറയുന്നത്, അള്ളാഹിനെ മാത്രം വിളിക്കണമെന്ന്. പിന്നെ ഞാനെന്തിനെ വിളിച്ചോടെ തിരിച്ചു പോയിട്ട് അബൂജഹലിന്റെ മകൻ ഇക്രീമ മുസ്ലിം ആകുന്നത്. ഇക്രീമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രീമ മുസ്ലിമാണ്. കാരണം മുശ്രിക്കുകൾ പ്രയാസഘട്ടത്തിൽ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ആൾക്കാരെ അവസരിച്ചൊക്കെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഏതവസ്ഥയിലും പ്രയാസമോ പ്രശ്നങ്ങളോ ഇല്ല എങ്കിൽ പോലും അവരെപ്പോഴും കബറിനരികിലാണ്, മരിച്ചുപോലെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നല്ല കാറ് വാങ്ങിയാൽ, വാഹനം വാങ്ങിയാൽ ആ വാഹനവുമായിട്ട് നേരെ ചെല്ലുന്നു. ഏതെങ്കിലും ഒരു കബറാളുടെ അടുക്കിലേക്ക് പോയിട്ട് അടുത്ത പച്ചക്കെട്ടും കെട്ടി തമക്കിൽ മൊത്തം ആ ഷെയ്ഖിൽ അർപ്പിച്ച് എനിക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ ആ ഓളയും കൂട്ടിയിട്ട് ആദ്യം പോകുന്നത് ഏതെങ്കിലും ഒരു ദർഗയിലേക്കാണ്. ഗൾഫിൽ പോകാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നത് ഏതെങ്കിലും ദർഗയിൽ പോയിട്ട് സിയാറത്താണ്. പോലുള്ള നല്ല അവസ്ഥയിലും ഈ രോഗം വന്ന, ഭാര്യയ്ക്ക് അസുഖം വന്ന്, മക്കൾക്ക് അസുഖം വന്ന്, ഉപ്പാക്ക് അസുഖം വന്ന് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ദർഗയിലേക്കാണ്. എപ്പോഴും ജീവിതം മുഴുവനും ശിർക്കിലാണ്. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെ ആയിരുന്നില്ല എന്ന്. മക്കത്തെ മുശ്രിക്കിന്റെ ശിർക്ക് എന്താണ് എന്നും ഏത് ഗണത്തിലാണ്, ഏത് അവസ്ഥയിലാണ് അവർക്ക് ശിർക്ക് സംഭവിക്കുന്നത് എന്നും വളരെ ചെറിയ ഗ്രന്ഥത്തിൽ വലിയ ഒരു ഇൽമ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് നൽകി. ഈ 4 കായിദ ശരിയാവണ്ണം നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ നാട്ടിൽ ശിർക്കിലകപ്പെട്ടു പോയ സാധാരണക്കാർക്കും ശിർക്കിലകപ്പെട്ടു പോയ പണ്ഡിതന്മാർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ കിതാബ് ഓരോ പുസ്തകന്മാരുടെ കയ്യിൽ കൊടുക്കണം, വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറയണം. നിങ്ങൾ ഏത് ശിർക്കിലാണ് ഉള്ളത്, അതേ ശിർക്കിലായിരുന്നു അബൂജഹൽ, മുത്ബത്തും ഷൈബത്തും എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഷിർക്കിന് ശൈത്താൻ കണ്ടെത്തിയ വഴി ഖബറാണ്. ആദ്യം ചെയ്യേണ്ടത് ഖബറുകളെ എല്ലാം നീക്കം ചെയ്യണം. ദർഗകളെ, കെട്ടിപ്പൊക്കിയ ദർഗകളെ എല്ലാം നീക്കം ചെയ്യാം.
ദർഗയിൽ പോകില്ല തീരുമാനിക്കണം. ശിർക്കിന്റെ ആദ്യ വഴി ഇന്ന് അതാണ്. കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നികയ്ത്താൻ പറഞ്ഞതുപോലെ ഇന്ന് കെട്ടിയുയർത്തപ്പെട്ട ദർഗകളെല്ലാം നികയ്ത്തി കഴിഞ്ഞാൽ ശിർക്കിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഖബറുകളിലൂടെയാണ് ശൈത്താൻ നമ്മുടെ ഉമ്മത്തിനെ ശിർക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഖബറുമായിട്ടുള്ള ബന്ധം, സിയാറത്ത് ആഖിറത്തെ ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ പരിചയപ്പെടുത്തി തന്നത്. ഇന്നി നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. മുമ്പ് ഞാൻ ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഖബർ സിയാറത്ത് റസൂൽ മുമ്പ് നിരോധിച്ചത്? മരിച്ചുപോയവരെ കുറിച്ച് പ്രാർത്ഥിക്കലായിരുന്നു അവിടെ ശിർക്ക്. അപ്പോൾ ഖബർ സിയാറത്ത് എവിടെ പോയാൽ ആ പഴയ ശിർക്കിലേക്ക് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് റസൂൽ പറഞ്ഞു. സഹാബാക്കളൊക്കെ അഖീദ ഉറച്ച്, തൗഹീദ് ഉറച്ച്, നല്ല മുവഹിദായ റസൂൽ പറഞ്ഞു, ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോ. എന്തിനാ സിയാറത്ത് ചെയ്യുന്നത്? തുദക്കിറുക്കുമുൽ ആഖിറ. ആ ഖബർ സിയാറത്ത് നിങ്ങൾ ആഖിറ എന്ന് ഓർമ്മിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് ബോധമുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ശരിക്കും പഠിക്കാൻ, ശിർക്കും തൗഹീദും ആയത്തിൽ പഠിക്കാൻ, അത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവനും മുവഹിദായി ജീവിക്കാനും മുവഹിദായി മരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.